അതുപോലെ നെഗറ്റീവ് സെന്റൻസ് പറയണമെങ്കിലും നമുക്ക് ഡിഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഡിഡിന്റെ പലതരത്തിലുള്ള. ആദ്യം പാസ്റ്റ് ടെൻസിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ജോലി ഞാൻ ചെയ്തു, ഇന്നലെ എൻ്റെ ജോലി ഞാൻ ചെയ്തു എന്ന് പറയണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക? ഐ, ഞാൻ എന്ന് പറയുമ്പോൾ ഐ അല്ലേ, ഐ ഡിഡ്, ചെയ്തു. ഐ ഡിഡ് മൈ വർക്ക്, എൻ്റെ ജോലി എന്ന് ചെയ്തു, ഇന്നലെ ചെയ്തു. അതുകൊണ്ടാണ് അത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നലെ എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്നുണ്ടല്ലോ, ചെയ്ത ഒരു ടൈം പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില സമയത്ത് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ഇന്നലത്തെ കാര്യമാണ്, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആവുമ്പോഴാണ് നമ്മളത് ഇന്നലെ ചെയ്തു എന്നൊന്നും എടുത്തു പറയാതെ ഐ ഡിഡ് ദ വർക്ക് എന്ന് പറയുന്നത്. ബട്ട് അവിടെ അറിയായിരിക്കും എന്താണ് അത് ഇന്നലത്തെ കാര്യമാണ് ഈ പറയുന്നതെന്ന്. സോ ഐ ഡിഡ് മൈ വർക്ക് യെസ്റ്റർഡേ. അടുത്തത് നോക്കൂ, അവൾ അവളുടെ ജോലി നന്നായി ചെയ്തു. ഇതെങ്ങനെ പറയും? അവൾ ആരാണ്? ഷീ. ചെയ്തു ഡിഡ്. ഷീ ഡിഡ് ദ ജോബ്. ജോലി അല്ലെങ്കിൽ ഹർ ജോബ് എന്ന് പറയും, അവളുടെ ജോലി. ഷീ ഡിഡ് ദ ജോബ് വെൽ. നന്നായി ചെയ്തു എന്നാണ്. പറഞ്ഞ എൻ്റെ കൂടെ, ഷീ ഡിഡ് ദ ജോബ് വെൽ. ഷീ ഡിഡ് ദ ജോബ് വെൽ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ നാവിന് നല്ലൊരു ഫ്ലുവൻസി വരുത്തണം നമ്മൾ. ആദ്യത്തെ സെന്റൻസ് എന്താ? ഐ ഡിഡ് മൈ വർക്ക് യെസ്റ്റർഡേ. ഞാൻ എൻ്റെ ജോലി ഇന്നലെ ചെയ്തു. ഷീ ഡിഡ് ഹർ ജോബ് വെൽ. അവൾ അവളുടെ ജോലി നന്നായി ചെയ്തു. അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇത് നമുക്ക് എങ്ങനെ പറയാം? അവർ, ദേ. ചെയ്തു ഡിഡ്. ഇനി മികച്ച പ്രകടനം എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പം an outstanding work. They did an outstanding work. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന